ഹായ് എവരിവൺ, ദിസ് ഇസ് എൻജി ഫ്രം മാർക്കനെക്സ്. സോ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ്, EC, ട്രിപ്പിൾ ഇ തുടങ്ങി നിരവധി സ്ട്രീമുകളിലേക്ക് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് സെക്ടറിൽ ആർക്കൊക്കെയാണ് അഡ്മിഷൻ ലഭിച്ചത്, അതായത് ഏത് റാങ്ക് കീമിൽ ലഭിച്ച കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതും കാറ്റഗറി വൈസ് ഉള്ളത് നമുക്ക് നോക്കാം. ഗവൺമെന്റ് സീറ്റുകളിലേക്കുള്ളത് മാത്രമാണ്. ആൻഡ് ഡയറി ടെക്നോളജി പോലെയുള്ള ചില സ്ട്രീമുകൾ കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. യെസ്, ഫസ്റ്റ് വേർഡ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിലിന്റെ പ്രത്യേകത, നിങ്ങൾക്കൊരു ഗവൺമെന്റ് സെക്ടറിൽ ജോലിക്ക് നിങ്ങളെ സഹായിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ്. നമുക്ക് PSC വഴിയൊക്കെ ഗവൺമെന്റ് സെക്ടറിലേക്ക് ജോലിക്ക് കയറാനുള്ള സാധ്യത ഏറ്റവും കൂടിയ ഒരു ബ്രാഞ്ച് ആണ് സിവിൽ. സോ സിവിൽ നോക്കുകയാണെങ്കിൽ കാലിക്കറ്റിൽ എല്ലാം ഗവൺമെന്റ് കോളേജുകൾ മാത്രമാണ്. യെസ്, കാലിക്കറ്റിൽ ഓപ്പൺ കാറ്റഗറി 15,203, ഈഴവ കാറ്റഗറി 22,661, മുസ്ലിം 19,000, LA 38,000, DV ധീവര കാറ്റഗറിയാണ്, DV 32, VK വിശ്വകർമ്മയാണ് 20,000, ബാക്ക്വേർഡ് ഹിന്ദു 22,000, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 28,000, KN കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് 28,000, ആൻഡ് SC 49,000, ST 29,000, EW എന്ന് പറഞ്ഞാൽ മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. 35,000 റാങ്കിന് വരെ കഴിഞ്ഞ വർഷം സിവിലില് ഗവൺമെന്റ് സീറ്റ് കിട്ടി. അതും കാലിക്കറ്റ് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യമാണ്. നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കണ്ണൂരുണ്ട്, ദെൻ RIT പാമ്പാടി ഉണ്ട്, കോട്ടയം ഉണ്ട്. അവിടെയൊക്കെ ഒരു 14,000 15,000 റേഞ്ചിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ട്രിവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് 5,000 റാങ്കിന് മാത്രമാണ് കിട്ടിയത്. 5,953 ജനറൽ കാറ്റഗറിയുടെ അവിടുത്തെ ക്ലോസിംഗ്. അപ്പൊ ലോവസ്റ്റ് റാങ്ക് എന്ന് നമുക്ക് പറയാൻ ഇത് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. ഇതിനുശേഷം തേർഡും സ്ട്രേ വേക്കൻസിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേജർ ആയിട്ട് കണക്കാക്കുന്ന സെക്കൻഡ് അലോട്ട്മെന്റിനെയാണ് ഈ പറയുന്നത്. 5,953 അവസാനമായിട്ട് സിവില് കിട്ടിയത്. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് റാങ്കുകാർ മാത്രമാണ് അത് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ഡിമാൻഡിങ് ആയിട്ട് കഴിഞ്ഞ പല വർഷങ്ങളിലും CS വന്നിരുന്നു. യെസ്, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 15,132, ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ക്ലോസിംഗ് വന്നിരിക്കുന്നത് മാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലമാണ്. 15,136 ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക്. അപ്പൊ അത്രയും റാങ്ക് വന്നവർക്ക് മാത്രമാണ് ഈ ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കാം. ഞാൻ പറഞ്ഞു CS നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. എങ്കിൽ കൂടി CS ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ട്രിവാൻഡ്രത്ത് നോക്കുകയാണെങ്കിൽ 482 റാങ്കിന് മാത്രമാണ് ജനറൽ കാറ്റഗറിയിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ CS കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ടോപ്പ് റാങ്കേഴ്സിന്റെ ഒക്കെ എടുത്തു നോക്കിയാൽ അവര് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്, കൂടുതലും പേര് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത് CS തന്നെയാണ്. യെസ്, ആൻഡ് 3,999 ആ റേഞ്ചിൽ മാത്രമാണ് CS ഗവൺമെന്റ് സീറ്റ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ക്ലോസിംഗ് റാങ്ക് ജനറൽ കാറ്റഗറിയുടെ 3,999, അതായത് 4,000 മുകളിൽ ഒരിക്കലും CS ഒപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഗവൺമെന്റ് സെക്ടറിൽ. ഇഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് റാങ്ക് 14,435 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടാണ് കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങൾ എല്ലാ ക്യാമ്പസും നോക്കുക, പ്ലേസ്മെന്റും കാര്യങ്ങളും ഒക്കെ നോക്കുക, ബ്രാഞ്ച് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സ്ട്രീം ഏതാണെന്ന് നോക്കുക. എല്ലാം നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ഒപ്റ്റ് ചെയ്യാവൂ, അലോട്ട്മെന്റിലേക്ക് പോകാവൂ. യെസ്, ആൻഡ് മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 9,836 ആണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ആൻഡ് LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 39,459, 39,459. യെസ്, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ അതിനുവേണ്ടി മാത്രം കമ്പ്യൂട്ടർ സയൻസും റിലേറ്റഡ് സ്ട്രീംസും ചെയ്തിട്ടുണ്ട്. അത് കൂടുതലായിട്ട് അറിയേണ്ടവർ ആ ഒരു വീഡിയോ കാണുക കേട്ടോ. യെസ്, നമ്മൾ നെക്സ്റ്റ് ബ്രാഞ്ചിലേക്ക് പോവാണ്. EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. എഗൈൻ കമ്പ്യൂട്ടർ സയൻസ് പോലെ തന്നെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സ്ട്രീം തന്നെയാണ് EC. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് ജനറൽ കാറ്റഗറിയുടെ 730 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് റാങ്കേഴ്സ് ഒപ്റ്റ് ചെയ്യുന്ന മറ്റൊരു സ്ട്രീം കൂടിയാണിത്. ആൻഡ് കോഴിക്കോട് നോക്കുകയാണെങ്കിൽ 5,654, ആൻഡ് കണ്ണൂർ 5,613. ഏകദേശം 5,000 തന്നെയാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. 5,654 ആണ് ക്ലോസിംഗ് റാങ്ക്. 5,600 ആണ് ഗവൺമെന്റ് സെക്ടറിലെ അവസാനം കിട്ടിയ കുട്ടിയുടെ, അതായത് ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. പല കോളേജുകളും എടുത്തു നോക്കിയാൽ TKMലൊക്കെ 2,723 മാത്രമാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചത്. ആൻഡ് RIT പാമ്പാടി എടുക്കുകയാണെങ്കിൽ 4,608 ആണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. യെസ്, അപ്പൊ ഇതാണ് ECയുടെ ഒരു അവസ്ഥ. ആൻഡ് ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 17,715,
എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്ടിലാണ് അത് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക് 1162. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് 1 പൊസിഷനിലൊക്കെ നിർത്താവുന്ന കോളേജാണത്. അവിടുത്തെ ക്ലോസിംഗ് 1162. മുസ്ലിം കാറ്റഗറിയുടെ ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക് 1136. എന്നാൽ 11,997 വരെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മുസ്ലിം കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. വയനാട്ടിലെ റാങ്ക് നോക്കുകയാണെങ്കിലും ഏകദേശം ക്ലോസിംഗ് റാങ്ക് അടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് 1714 ലാറ്റിന്റെ ക്ലോസിംഗ് റാങ്ക്. എന്നാൽ കോമൺലി നോക്കുകയാണെങ്കിൽ ഇടുക്കിയിലെ ക്ലോസിംഗ് റാങ്ക് 61,817. അപ്പൊ നിങ്ങൾ വിചാരിക്കും 68,000 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഗവൺമെന്റ് സീറ്റ് കിട്ടിയെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ചില കുട്ടികൾ ചില കോളേജ് ഒപ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ അലോട്ട്മെന്റ് വെക്കുമ്പോൾ അവർക്കൊരു ഇന്ന ഒരു പ്രയോറിറ്റി ലിസ്റ്റ് കാണും. മേ ബി ആ ലിസ്റ്റിലുള്ള കോളേജുകളായിരിക്കും അവർ ഒപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഓരോ കോളേജിലും അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ ഇത് വെച്ചിട്ടാണ് ആ കോളേജിന്റെ ക്ലോസിംഗ് റാങ്ക് വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ ചിലപ്പോൾ ഒരാൾക്ക് കിട്ടിയെന്ന് വരാം. അപ്പൊ അതനുസരിച്ച് ക്ലോസിംഗ് റാങ്ക് മാറും. പക്ഷെ ഇത് സെക്കൻഡ് അലോട്ട്മെന്റിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആൻഡ് ധീവര കാറ്റഗറി നോക്കുകയാണെങ്കിൽ 61,000 റാങ്കുകാർക്ക് ഇടുക്കിയിലും വയനാടും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക് 3,941. 4,000 താഴെ റാങ്ക് ഉള്ളവർക്ക് മാത്രമാണ് ട്രിവാൻഡ്രത്ത് കിട്ടിയിരിക്കുന്നത്. VK വിശ്വകർമ്മ 22,938, 23,602 റാങ്കുകാർക്കൊക്കെ എവിടെ കിട്ടിയിട്ടുണ്ട്? വയനാടും അതേപോലെ ഇടുക്കിയിലും കിട്ടി. എന്നാൽ ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക് 1048. BH 1073 ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക്. എന്നാൽ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ 23,688 വരെ കിട്ടിയിട്ടുണ്ട്. വയനാടാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 2,900 മാത്രമാണ് കിട്ടിയത്. എന്നാൽ കോമൺ ക്ലോസിംഗ് റാങ്ക് നോക്കുകയാണെങ്കിൽ 36,775 വയനാട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് KN കാറ്റഗറി നോക്കുകയാണെങ്കിൽ 1,662 ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക്. എന്നാൽ 57,615 വരെ എവിടെ കിട്ടിയിട്ടുണ്ട്? വയനാട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് 41,131 ഇടുക്കിയിലും കിട്ടിയിട്ടുണ്ട്. കുടുംബി കാറ്റഗറിയുടെ ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക് 3,247. എന്നാൽ 46,000 46,049 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടാണ്. ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 49,000. SC കാറ്റഗറി 9,326, അതായത് 10,000 മുകളിൽ പോയിട്ടില്ല ട്രിവാൻഡ്രത്തെ കാര്യം. എന്നാൽ കോമൺലി നോക്കുകയാണെങ്കിൽ SCക്ക് 61,193 വരെ അഡ്മിഷൻ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. വയനാടാണ്. 53,505 ഇടുക്കിയിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് 31,000 റേഞ്ചിലാണ് ബാക്കി പല കോളേജുകളുടെയും ക്ലോസിംഗ് റാങ്ക്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 35,630 ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അതേപോലെ 66,839 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കോളേജ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ്. EW കാറ്റഗറി നോക്കുകയാണെങ്കിൽ 2,175 ട്രിവാൻഡ്രത്തെ ക്ലോസിംഗ് റാങ്ക്. എന്നാൽ ഇടുക്കിയിൽ 36,000 വയനാട്ടിൽ 40,000 അഡ്മിഷൻ ലഭിച്ചു. യെസ് മക്കളെ, അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ട്രിപ്പിളിയുടെ പ്രത്യേകത, നമ്മൾ സിവില് പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. KSEBിയിലാണെങ്കിലും PSC എക്സാം ഒക്കെ എഴുതി, പക്ഷെ എനിക്ക് തോന്നുന്നു 6 to 7 years ആ ഒരു ഗ്യാപ്പിലൊക്കെ ആയിരിക്കും PSC വിളിക്കുന്നത്. അത് എഴുതിയെടുക്കൽ വളരെ വലിയ ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെ, ഡിഫിക്കൾട്ടാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മത്സരം ഉണ്ടായിരിക്കും. ബട്ട് ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ട്രിപ്പിളിക്ക്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ഫീൽഡിന്, ഈ ഒരു സ്ട്രീമിന്. യെസ്. ആൻഡ് നമ്മൾ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 1,768 റാങ്കിന് വരെയാണ് കിട്ടിയത് ജനറൽ കാറ്റഗറി. ജനറൽ മീൻസ് യാതൊരു റിസർവേഷനും ഇല്ലാത്തൊരു കാറ്റഗറിയിൽ റിസർവേഷൻ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, സംവരണം ഒന്നുമില്ല. ആൻഡ് അടുത്തത് കണ്ണൂർ നോക്കുകയാണെങ്കിൽ 8,305, ഏകദേശം ആ ഒരു 8,000 റേഞ്ചിലാണ് ഗവൺമെന്റ് സീറ്റുകൾ ഗവൺമെന്റ് സെക്ടറിലെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഈഴവ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 2,518, ബാക്കി ഒരു 10,000 റേഞ്ച് ഒക്കെയാണ് പല കോളേജിലും. 20,000 ഇടുക്കിയിൽ കിട്ടിയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 2,492 ക്ലോസിംഗ് റാങ്ക് ട്രിവാൻഡ്രത്തെ. നമ്മൾ എല്ലാ കാറ്റഗറി പരിശോധിക്കുമ്പോഴും ക്ലോസിംഗ് റാങ്ക് ട്രിവാൻഡ്രത്ത് ഏകദേശം 2,000 റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. KUന് 18,241 ട്രിവാൻഡ്രത്ത് കിട്ടിയിട്ടുണ്ട്. SC 17,000, ST 51,000, EW 4,522 ട്രിവാൻഡ്രത്ത് കിട്ടിയത്. ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് കോളേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ TKM ടോപ്പ് 5 വരുന്ന ഒരു കോളേജ് തന്നെയാണ് TKM കൊല്ലം. യെസ്, അപ്പൊ ഇതാണ് ട്രിപ്പിളിയുടെ കേസ്.
ആൻഡ് നെക്സ്റ്റ് സ്ട്രീം ഇസ് ഡയറി ടെക്നോളജി. ഡയറി ടെക്നോളജിക്ക് ഗവൺമെന്റ് സെക്ടറിലുള്ള സീറ്റുകളാണ് നോക്കുന്നത്. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഇടുക്കിയുണ്ട്, പൂക്കോട് വയനാടുണ്ട്, തൃശ്ശൂരുണ്ട് ആൻഡ് ട്രിവാൻഡ്രത്തുണ്ട് കോളേജുകൾ. യെസ്, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 23,680 ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് 32,967, മുസ്ലിം കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 34,061, എൽഎയുടെ ക്ലോസിംഗ് റാങ്ക് 48,891, ധീവരയുടെ ക്ലോസിംഗ് റാങ്ക് 65,740, വിശ്വകർമ്മയുടെ ക്ലോസിംഗ് റാങ്ക് 42,743, ബാക്ക്വേർഡ് ഹിന്ദു 38,473, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 60,804, കുടുംബി 50,000, SC 58,758, ST 57,607 ആൻഡ് EW 64,680 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. യെസ്, ഡയറി ടെക്നോളജി. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി ജനറൽ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 8,885 കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കാലിക്കറ്റ് ഈ ഒരു സ്ട്രീം ഉണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ്, അവിടെയാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അതേപോലെ TKMയിലും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരും ഈ ഒരു സ്ട്രീം അവൈലബിൾ ആണ്. ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് 16,917, മുസ്ലിം കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 14,196, എൽഎയുടെ ക്ലോസിംഗ് റാങ്ക് 28,290, ധീവരയുടെ ക്ലോസിംഗ് റാങ്ക് 37,078, വിശ്വകർമ്മ 18,045, ബാക്ക്വേർഡ് ഹിന്ദു 16,836, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 24,173, KN 48,612, KU 29,230 ആൻഡ് ST 58,142 58,000 വന്നിട്ടുണ്ട്. ST 65,515 65,000 റേഞ്ച് ആൻഡ് EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 23,516. ആൻഡ് മൂവിങ് ടു ദി ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം IT. ഓക്കെ, IT കൂടാതെ മെക്കാനിക്കൽ കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. 12,389 ക്ലോസിംഗ് റാങ്ക് ഗവൺമെന്റ് സെക്ടറിന്റെ ക്ലോസിംഗ് റാങ്ക് സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ വന്നിരിക്കുന്നത്. ആൻഡ് ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് 22,000, മുസ്ലിം 18,000, LA 54,000, ധീവര 35,217, വിശ്വകർമ്മ 27,018, ബാക്ക്വേർഡ് ഹിന്ദു 31,297 വരെ ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ കഴിഞ്ഞ തവണ അഡ്മിഷൻ ലഭിച്ചു. അപ്പൊ ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിലും ആദ്യം നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യും. അവിടെ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടോ, നിങ്ങൾ ഈഴവയാണോ, നിങ്ങൾ മുസ്ലിം ആണോ, അത് ചെക്ക് ചെയ്ത് ആ ഒരു കാറ്റഗറിയിൽ നിങ്ങളുടെ സാധ്യത നിങ്ങൾക്ക് തരും. യെസ്, ആൻഡ് BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 46,318, KN 55,000, SC 66,000, EW 61,000 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ചാൻസുകൾ നിരവധിയാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് യൂഷ്വലി പറയുന്ന പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരം തന്നെയായിരിക്കും. 2,840 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. എന്നാൽ ബാക്കി എല്ലാ കോളേജുകളും കൺസിഡർ ചെയ്താൽ ഏകദേശം 13,000 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 13,102 പാലക്കാടും 13,015 കാലിക്കറ്റും അഡ്മിഷൻ ലഭിച്ചു ജനറൽ കാറ്റഗറിയിൽ. ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് 3,797 മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. എന്നാൽ ബാക്കി കാറ്റഗറി പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ 27,547 വയനാട് 27,571 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി ട്രിവാൻഡ്രത്ത് 3,461 മാത്രമാണ് അഡ്മിഷൻ ലഭിച്ചത്. എന്നാൽ ജനറലി മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 20,000 18,000 ഒക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കോളേജ് വേര് ചെയ്യുന്നതിനനുസരിച്ച് അവിടുത്തെ ലാസ്റ്റ് റാങ്കും മാറും. ചില കോളേജുകൾ കൂടുതൽ പേര് ഒപ്റ്റ് ചെയ്യുന്ന കോളേജുകളായിരിക്കും. അപ്പൊ അവിടെ ടോപ്പ് റാങ്കേഴ്സിന് മാത്രമായിരിക്കും കിട്ടുന്നത്. റെഡി? ആൻഡ് LA കാറ്റഗറി. അപ്പൊ ആ കോളേജിലെ മത്സരം അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുമോ ഇല്ലയോ. ബാക്കി നിങ്ങളുടെ കൂടെ കീം എക്സാം പാസ്സായി അതിന് അപ്ലൈ ചെയ്ത് കീമിന്റെ റാങ്ക് വെച്ചിട്ട് നിങ്ങളുടെ കൂടെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ റാങ്ക് ബേസ് ചെയ്തിരിക്കും നമ്മുടെ ആ കോളേജിലുള്ള സാധ്യത. യെസ്, ആൻഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു പല കോളേജുകളിലും എല്ലാ കാറ്റഗറിയിലും തന്നെ 60,000 റാങ്കിനൊക്കെ വയനാട്ടിലൊക്കെ ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുണ്ട്. DV എടുത്താലും ബാക്ക്വേർഡ് ഹിന്ദു എടുത്താലും KN എടുത്താലും SC എടുത്താലും ST എടുത്താലും EW എടുത്താലും ഒക്കെ ഒരു 60,000 റേഞ്ചിനൊക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള സ്ട്രീമുകളെ കുറിച്ച് പറയാനുള്ളത്.
കോളേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ക്ലോസിംഗ് റാങ്കും വേരി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ സ്ട്രീമിനനുസരിച്ച് ചില സ്ട്രീമുകൾ വളരെ ഡിമാൻഡിങ് ആണ് ആൻഡ് ചില സ്ട്രീമുകളിലേക്ക് എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് റാങ്ക് ബാക്കിലാണെങ്കിൽ പോലും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ട്രീം ഏതാണ്, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്ട്രീം ഏതാണെന്ന് ആദ്യം ഒപ്റ്റ് ചെയ്യുക. നല്ല ജോലി സാധ്യതയുള്ള, നിങ്ങൾക്ക് അതിൽ നിങ്ങൾ സ്കിൽഫുൾ ആണെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബോധ്യമുള്ള ഒരു സ്ട്രീം കണ്ടെത്തുക. ആൻഡ് നല്ല കോളേജ് ഒപ്റ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് കോളേജ് ഒപ്റ്റ് ചെയ്യുക. അവിടുത്തെ അവിടെ കിട്ടുമോ ഇല്ലയോ, ഒരു സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുപരി നിങ്ങൾ അവിടുത്തെ ജോലി സാധ്യതകൾ ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം അവിടെ നടക്കാൻ പോകുന്ന പ്ലേസ്മെന്റ്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോളേജിൽ നടന്ന പ്ലേസ്മെന്റ് അല്ലെങ്കിൽ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പഠിച്ചിറങ്ങി നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി എടുക്കണം. അപ്പം ആ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് കോളേജും സ്ട്രീമും ഒപ്റ്റ് ചെയ്യുക ഡിയേഴ്സ്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.